വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അവർ സീക്രട്ട് എന്ന ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലേക്കാണ് സിയ അവളെയും കൊണ്ടുപോയത്. ചെന്ന ഉടൻ തന്നെ അവൻ്റെ ഒരു സ്നാക്സ് ഐറ്റം എടുത്ത് ഓർഡർ ചെയ്യുന്നു. നിനക്ക് കാര്യമായി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് മതിയോ എന്നവൾ ചോദിക്കുന്നുണ്ട്. ഒരു പുഴുങ്ങിയ മുട്ട കൂടി അവൻ ഓർഡർ ചെയ്യുന്നു. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായതാണ്. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റിയാണ് എന്നവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കൂട്ടുകാർ നേരത്തെ ഓരോന്ന് പറഞ്ഞ് അവളെ കളിയാക്കിയതിന് സോറി പറഞ്ഞിട്ട് അവർ വെറും പാവങ്ങളാണ്, ഇങ്ങനെ പറയുമെന്നേ ഉള്ളൂ എന്നവൻ പറയുന്നുണ്ട്. ഓർഡർ ചെയ്ത സ്നാക്സ് വന്നപ്പോൾ ഷിയാനോട് അത് കഴിച്ചു നോക്കാൻ അവൻ പറയുന്നു. അവൾ അവന് നീട്ടിയെങ്കിലും എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചോ. പിന്നെ ഈ സിറ്റിയിൽ പുതിയ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, സമയം പോലെ അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നവൻ പറയുന്നു. ഉപദേശമൊക്കെ കഴിഞ്ഞ് ഷിയാനെ നോക്കിയപ്പോഴാണ് മുട്ട അവൾ കഴിക്കുന്നത് അവൻ കണ്ടത്. അവൻ ഉടൻ തന്നെ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്യുന്നു. എനിക്കിത് മതി, ഇനി ഒരെണ്ണം കൂടി കഴിക്കാൻ വയ്യ എന്നവൾ പറഞ്ഞപ്പോൾ ഇത് നിനക്ക് കഴിക്കാനില്ലായിരുന്നു, നിന്റെ നെറ്റിയിലെ മുഴയിൽ ചൂട് വയ്ക്കാനായിരുന്നു, അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ കൊമ്പ് പോലെയായി എന്നവൻ പറയുന്നു. ഷിയാൻ അത് കേട്ടപ്പോൾ ദേഷ്യമാണ് വന്നത്. അവൾ പേഴ്സിലുണ്ടായിരുന്ന ക്യാഷ് എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് എന്തോ പിറുപുറത്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇതെന്ത് സ്വഭാവമാണ് എന്ന രീതിയിൽ സിയെ അവൾ പോയ വഴിയിലേക്ക് നോക്കി അമ്പരന്നിരിക്കുന്നുണ്ട്. രണ്ടാമത് കൊണ്ടുവന്ന മുട്ട അവൻ തന്നെ കഴിക്കേണ്ടി വരുന്നു. നാളെ അവൾക്ക് പുതിയ സെമസ്റ്ററിലെ ക്ലാസ് തുടങ്ങിയാണ്. ഷിയാൻ വീട്ടിലെത്തി ഡയറിയിൽ പുഴുങ്ങിയ മുട്ടയുടെ പടമൊക്കെ വരച്ച് അതിൽ കുട്ടിച്ചാത്തൻ്റെ രൂപവും നൽകി സിയയോടുള്ള ദേഷ്യം തീർക്കുന്നുണ്ട്. നാളെ പുതിയ സ്കൂളിൽ ക്ലാസ് തുടങ്ങിയാണല്ലോ, ഇനി എന്തായാലും എനിക്കവനെ കാണേണ്ടി വരില്ലല്ലോ എന്നൊക്കെ സന്തോഷത്തോടെ ചിന്തിച്ച് അവൾ നെയിം ബാഡ്ജൊക്കെ എടുത്ത് ഭംഗി ആസ്വദിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ യൂണിഫോമൊക്കെ ധരിച്ച് റെഡിയായി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കിയപ്പോഴാണ് നെറ്റിയിലെ മുഴ പൂർണ്ണമായി പോയി എന്നവൾ ശ്രദ്ധിച്ചത്. ഒരേ സ്കൂളിലേക്ക് തന്നെ ആയതിനാൽ അച്ഛൻ ഒരുമിച്ച് പോകാമെന്ന് അവളോട് പറഞ്ഞെങ്കിലും അച്ഛൻ പോയിക്കോ, ഞാൻ തനിയെ വന്നോളാം എന്ന് അവൾ പറയുന്നതിനാൽ അദ്ദേഹം പോകുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നെയിം ബാഡ്ജ് വെച്ചിരുന്നിടത്ത് കാണാനില്ല എന്നറിയുന്നത്. ബാഡ്ജ് കണ്ടോ എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അനിയൻ കള്ളച്ചിരി ചിരിക്കുന്നത് കണ്ടപ്പോഴേ അവനാണ് ബാഡ്ജ് എടുത്ത് മാറ്റിയത് എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. പക്ഷേ അവൾ അത്ര ചോദിച്ചിട്ടും ഞാൻ എടുത്തില്ല, എനിക്കറിയില്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അവൾ വെപ്രാളം പിടിച്ച് ഓടി നടന്ന് ബാഡ്ജ് തിരയുന്നുണ്ട്. ഇന്ന് ബാഡ്ജ് ഇല്ലാതെ പോയിക്കോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ അവൾ വേഗം പുറത്തേക്ക് പോകുന്നു. അവൾ തറയിൽ നിന്ന് ഷൂടുന്നത് കണ്ടപ്പോൾ ഇങ്ങനെയുമുണ്ടോ പെൺകുട്ടികൾ എന്ന അമ്മ പിറുപിറുക്കുന്നുണ്ട്. സ്കൂളിലെത്താൻ ലേറ്റാകുമെന്ന് കരുതി ഷിയാൻ ഓടിയാണ് പോയത്. സിയയും സ്കൂളിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോൾ വെക്കേഷൻ ടൈമിൽ അവൻ്റെ സൈക്കിൾ എടുത്തുകൊണ്ട് പോയ എന്നെ വിളിച്ച് സ്കൂൾ തുറന്നില്ല, ഇനിയെങ്കിലും സൈക്കിൾ തിരിച്ചു തന്നുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ നടക്കുമ്പോഴാണ് ഷിയാൻ അവിടേക്ക് ഓടി വരുന്നത് അവൻ കണ്ടത്. അവളും അവനെ കാണുന്നു. പക്ഷെ അങ്ങോട്ട് ചെല്ലുന്നതിന് പകരം അവനെ കണ്ടുവിടാൻ മുഖവും തപ്പിപ്പിടിച്ച് അവൾ എതിർ ദിശയിലേക്ക് പോകുന്നു. സിയ അവളെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ മൈൻഡ് ചെയ്യാതെ ഓടുന്നു. സ്കൂൾ ഈ വഴിക്കല്ലേ, ഇവൾ ഇത് എവിടെ പോവുകയാണ് എന്ന് പറഞ്ഞവൻ മുന്നോട്ട് നടക്കുന്നു. ഗേറ്റ് അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഓടിപ്പിടിച്ച് ഷിയാൻ സ്കൂളിലെത്തിയത്. അവൾ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ അവിടെ പുതിയ സെമസ്റ്ററിലേക്കുള്ള വെൽക്കം സ്പീച്ച് നടക്കുകയായിരുന്നു. സ്റ്റേജിൽ നിൽക്കുന്ന സാറുമാരുടെ ഒന്നും കണ്ണിൽപ്പെടാതെ അവൾ കുനിഞ്ഞു നടന്ന ഒരുവിധം ലൈനിലെത്തി നിൽക്കുന്നു. നേരെ നിന്നൊന്നും ശ്വാസം വിട്ടപ്പോഴാണ് ഒരു സാർ അവളുടെ പുറകിൽ വന്ന് അടക്കിയ ശബ്ദത്തിൽ ആദ്യ ദിവസം തന്നെ നീ എന്താണ് ലേറ്റായി വന്നത് എന്ന് ചോദിക്കുന്നത്. എനിക്ക് വഴി തെറ്റിയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പുറകിൽ നിൽക്കുന്നത് സാറാണ് എന്നവൾക്ക് മനസ്സിലായത്. താമസിച്ച് വന്നതിന് ശിക്ഷയായി പുറകിൽ പോയി മാറി നിൽക്കാൻ അദ്ദേഹം അവളോട് പറയുന്നു. ആദ്യ ദിവസം തന്നെ നോട്ടപ്പുള്ളിയായ വേണ്ടി വന്നതിൻ്റെ ചമ്മലോടെ പുറകിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ ആൾറെഡി നമ്മുടെ സിയ നിൽക്കുന്നത് അവൾ കണ്ടത്. നീ വളരെ നേരത്തെ ആണല്ലോ എന്നവൻ കളിയാക്കി പറഞ്ഞപ്പോൾ അവൾ രൂക്ഷമായി അവനെ നോക്കുന്നു. ഇന്നൊരു നശിച്ച ദിവസമാണല്ലോ എന്ന് അവൾ പിറുപിറുക്കുന്നുണ്ട്. അസംബ്ലി കഴിഞ്ഞപ്പോൾ അവൾ ക്ലാസ്സിലേക്ക് ഓടുന്നു. അവിടെ അടുത്തടുത്ത് ഒഴിഞ്ഞ 2 സീറ്റുകൾ കിടക്കുന്ന കണ്ട് അവൾ അതിലൊന്നിൽ പോയിരിക്കുന്നു. തൊട്ടുമുന്നിലെ സീറ്റിൽ സിയയുടെ വീട്ടിൽ വെച്ച് കണ്ട അവൻ്റെ കൂട്ടുകാരൻ ഷിഷിയും ഷാദി എന്ന പെൺകുട്ടിയും കൂടി വഴക്കിടുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് മറ്റേ ഒഴിഞ്ഞ സീറ്റിൽ സിയ വന്നിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ നീ താമസിച്ചാണല്ലോ വന്നത് എന്ന് ഷിഷി ചോദിച്ചപ്പോൾ എന്തായാലും ഞാൻ മാത്രമല്ലല്ലോ താമസിച്ചത്, വേറെയും ആൾക്കാരുണ്ടല്ലോ എന്നവൻ ഷിയാനെ ഉദ്ദേശിച്ച് പറയുന്നു. അവൾ അത് കേട്ട് അവനെ രൂക്ഷമായി നോക്കുന്നു. നീ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത്, വേറെ സീറ്റൊന്നും കാലിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് എന്നവൻ പറയുന്നു. അവൾ നെയിം ബാഡ്ജ് ധരിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഷിഷി ഇന്ന് നിനക്ക് കോളാണ്, ആൻറ്റി ലിയു ഇന്ന് നിന്നെ ശരിയാക്കും എന്ന് പറയുന്നു. ആരാണ് ആൻറ്റി ലിയു എന്ന് സിയെ ചോദിച്ചപ്പോൾ നിനക്കറിയില്ലേ, ഇന്ന് നിങ്ങളെ ആഡിറ്റോറിയത്തിൽ പിടിച്ചു നിർത്തിയ സാറില്ലേ, അദ്ദേഹം തന്നെ. അദ്ദേഹം എൻ്റെ ആൻറ്റിയെ പോലെയാണ്, വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മാർക്ക് മുതൽ മുടിയുടെ നീളം വരെ അദ്ദേഹം ശ്രദ്ധിക്കും. നിങ്ങളിപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിലെ VIP കളായി കഴിഞ്ഞു എന്നൊക്കെ അവൻ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സംസാരം ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഷിയാൻ തൻ്റെ ബുക്കുകളെല്ലാം കൂടി ശക്തിയായി മേശപ്പുറത്തേക്ക് വെക്കുന്നു. അവൾ അത്ര നല്ല മൂഡിലല്ല എന്ന് മനസ്സിലായതിനാൽ സംഭാഷണം നടത്തി രണ്ടുപേരും തിരിയുന്നുണ്ട്. ഇനി തമ്മിൽ കാണേണ്ടി വരില്ല എന്ന് കരുതിയവന്മാരുടെ ക്ലാസ്സിൽ തന്നെ വന്ന് പെട്ടതിൻ്റെ അസ്വസ്ഥതയിലായിരുന്നു ഷിയാൻ. അപ്പോൾ അവളുടെ അച്ഛൻ്റെയും ആ സ്കൂളിൽ ആദ്യ ദിവസമായിരുന്നു അന്ന്. അദ്ദേഹം ക്ലാസ്സിലെത്തി കുട്ടികളോട് പേര് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നു. പേര് ബോർഡിൽ എഴുതാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു കുട്ടി കൈ ഉയർത്തിയിട്ട് ഇതൊക്കെ ഒഴിവാക്കി പോഷൻ തുടങ്ങിയാൽ മതിയെന്ന് പറയുന്നു. കുട്ടികളുടെ ഒട്ടും ബഹുമാനമില്ലാതെയുള്ള പെരുമാറ്റം കണ്ട്
അദ്ദേഹം ഒരു നിമിഷം സ്റ്റക്കായി നിന്നെങ്കിലും പേര് മുഴുവൻ എഴുതുക പോലും ചെയ്യാതെ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നു. ഷിയാൻ്റെ ക്ലാസ്സിൽ ആദ്യം വന്നത് ആഞ്ജലിയു തന്നെയാണ്. അദ്ദേഹം ആദ്യം പുതിയ സ്കൂൾ വർഷത്തെക്കുറിച്ചും ലീഡറെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള പൊതുവായ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. നമ്മുടെ ഷിയാൻ ഒരു ബുക്കെടുത്ത് പോയിന്റ്സ് കുറിക്കുന്നത് കണ്ട് ഇങ്ങനെ ഒട്ടും പ്രാധാന്യമില്ലാതെ സംസാരിക്കുന്ന കാര്യങ്ങളുടെയും നോട്ട്സ് എഴുതേണ്ട ആവശ്യമില്ല എന്ന് സിയ അവളോട് പറയുന്നു. ഇങ്ങനെ മറ്റുള്ളവരുടെ ബുക്കിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതൊന്നും ശരിയല്ല എന്ന് നിനക്കറിയില്ലേ? മാത്രമല്ല നീ എന്നെ എന്തിനാണ് ഹേയ് എന്ന് വിളിച്ചത്? എനിക്കൊരു പേരുണ്ട്. അതുപോലെ തന്നെ കഴിയുന്നതും ആവശ്യമില്ലെങ്കിൽ എന്നോട് മിണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നവൾ ഗൗരവത്തിൽ അവനോട് പറയുന്നു. ഞാൻ എപ്പോഴാണ് നിന്നോട് മിണ്ടാൻ ശ്രമിച്ചത് എന്നവൻ തിരിച്ചു വെച്ചപ്പോൾ, നീ എപ്പോഴും എന്നോട് മിണ്ടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, വെറുതെ മറയ്ക്കാൻ ശ്രമിക്കണ്ട. നമ്മൾ താൽക്കാലിക ഡെസ്ക്മേറ്റ് മാത്രമാണെന്നേ ഉള്ളൂ, ഉടൻ തന്നെ സീറ്റ് മാറും എന്നവൾ പറയുന്നു. അവളുടെ ആരോപണങ്ങൾ കേട്ട് ഒന്ന് അമ്പരത്തെങ്കിലും ശരി താൽക്കാലിക ഡെസ്ക്മേറ്റ് അല്ലേ, സമ്മതിച്ചു എന്ന് പറഞ്ഞവൻ തല കുലുക്കിക്കൊണ്ടിരുന്നപ്പോൾ സീറ്റ് അറേഞ്ച്മെൻറ്റ് തൽക്കാലം മാറ്റുന്നില്ല. 1 മാസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ടെസ്റ്റിൽ എല്ലാവരുടെയും ഗ്രേഡ് നോക്കിയിട്ട് അതിനുശേഷം റീഅറേഞ്ച് ചെയ്യാമെന്ന് സാർ പറയുന്നു. സീറ്റ് മാറാമെന്നുള്ള പ്രതീക്ഷ നശിച്ചതിൽ ഷിയാനേക്കാൾ കൂടുതൽ അസ്വസ്ഥനായത് സിയയാണ്. അടുത്തതായി നെയിം ബാഡ്ജിൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി മുതൽ ആരെങ്കിലും ബാഡ്ജ് ധരിക്കാതെ വന്നാൽ ആണായാലും പെണ്ണായാലും ക്ലാസ്സിൽ കയറാതെ തിരികെ വീട്ടിലേക്ക് തന്നെ മടങ്ങിക്കൊള്ളണം. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ആരാണ് ധരിക്കാത്തതെന്ന് കേൾക്കുന്നയാളെന്ന് വ്യക്തമായി മനസ്സിലാക്കി കാണുമല്ലോ എന്ന് ഷിയാനെ നോക്കി അദ്ദേഹം പറയുന്നു. മറ്റു കുട്ടികളെല്ലാം അവളെ നോക്കുന്നുണ്ട്. അവൾ മാത്രം ഇതൊന്നും എന്നെ അല്ല എന്ന മട്ടിൽ കുനിഞ്ഞിരിക്കുകയാണ്. ഷിയാൻ്റെ അച്ഛൻ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവരുടെ നാട്ടുകാരൻ തന്നെയായിരുന്ന ബോസോങ് എന്ന കുട്ടി എഴുന്നേറ്റ് അദ്ദേഹത്തിനരികിൽ ചെന്ന് അങ്കിൾ എന്ന് വിളിച്ച് പരിചയം പുതുക്കുന്നുണ്ട്. നീ ഈ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഞാൻ കണ്ടതേ ഇല്ലല്ലോ, എൻ്റെ കാഴ്ച കുറഞ്ഞു വരികയാണെന്ന് തോന്നുന്നു എന്ന് അദ്ദേഹം സന്തോഷത്തോടെ പറയുന്നു. ഷിയാനും അവനും കളിക്കൂട്ടുകാരായിരുന്നതിനാൽ അവൻ അവളെ അന്വേഷിക്കുന്നുണ്ട്. അവൾക്ക് മിടുക്കരായ കുട്ടികൾ പഠിക്കുന്ന ഈ ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് നീ കാരണമാണ് അവൾ നന്നായി പഠിച്ച് ഇവിടെ അഡ്മിഷൻ വാങ്ങിയത്. അവൾ എപ്പോഴും നിൻ്റെ കാര്യം പറയുമെന്ന് അദ്ദേഹം പറയുന്നു. അങ്കിൾ ഇവിടെ ടീച്ചറായത് നന്നായി, ഷിയാനെ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ കഴിയുമല്ലോ എന്ന് ബോസോങ് പറഞ്ഞപ്പോൾ ശരിയാണ്, ഉച്ചയ്ക്ക് അവൾക്കൊപ്പം ഇരുന്ന് ലഞ്ച് കഴിക്കാനൊക്കെ എനിക്ക് സാധിക്കുമല്ലോ എന്ന് അദ്ദേഹം സന്തോഷത്തോടെ പറയുന്നു. ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, എനിക്കതിൽ പങ്കെടുക്കണം, വിശദമായി പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തിന് ബോർഡിൽ എഴുതി പൂർത്തിയാക്കാൻ കഴിയാതെ പോയ പേര് അവൻ മുഴുവനായി എഴുതുന്നുണ്ട്. ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ സിയയുടെ ഫ്രണ്ട് അവനെ ക്യാൻറ്റീനിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. സിയ ഷിയാനോടായി എൻ്റെ താൽക്കാലിക ഡെസ്ക്മേറ്റ് എഴുന്നേറ്റ് വാ, നമുക്ക് കഴിക്കാൻ പോകാമെന്ന് പറയുന്നു. അവൻ കളിയാക്കുകയാണ് എന്ന് മനസ്സിലായതിനാൽ ഷിയാൻ കയ്യിലിരുന്ന പേന ശക്തിയിൽ മേശപ്പുറത്തേക്ക് ഇട്ടപ്പോൾ അവിടെ നിന്ന് എന്തോ ഒന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അതെടുക്കാനായി സിയയും ഷിയാനും ഒരുപോലെ കൈ താഴേക്കിട്ട് കുനിയുന്നു. രണ്ടുപേരും കൂട്ടിയിടിക്കുന്നുണ്ട്. ആര് പിന്മാറും എന്ന രീതിയിൽ രണ്ടുപേരും പരസ്പരം നോക്കുന്നു. ഷിയാൻ പതുക്കെ പിന്മാറിയപ്പോൾ സിയെ അതെടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ട് അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് ഷിഷിയും ഷാദിയും. എനിക്ക് വിശന്നിട്ട് വയ്യ, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ഷിഷി ചോദിച്ചപ്പോൾ സിയെ എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് ക്ലാസ്സിലെ താൽക്കാലിക ലീഡറായ വാൻ ഓടി അവർക്ക് ലിഗേക്ക് വന്നിട്ട് ടീച്ചേഴ്സ് ഡേ അടുത്തില്ലേ, അന്ന് ടീച്ചേഴ്സിന് നൽകാനുള്ള ഗിഫ്റ്റിനെ കുറിച്ച് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം. മാത്രമല്ല സിയെ ടീച്ചർ ലിയോ തിരക്കുന്നുണ്ട്, ഒളിമ്പിക് മത്സര ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ പറയാനാണ് എന്നവൾ അറിയിക്കുന്നു. ബാക്കിയുള്ളവരോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് സിയെ സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നു. ഷിഷിയും ഷാദിയും പുറത്തിറങ്ങി സിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഷിയാൻ പുറത്തിറങ്ങി തനിച്ച് പോകാൻ തുടങ്ങുന്നു. നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ഷാദി അവളെ പിടിച്ചു നിർത്തുന്നു. അപ്പോഴേക്കും സിയയും അവരെ കഴിക്കാൻ വിളിച്ചുകൊണ്ട് അവിടേക്ക് നടന്നു വരുന്നു. അവൻ്റെ പുറകിൽ അച്ഛൻ ലഞ്ച് ബോക്സുമായി വരുന്നത് കണ്ടപ്പോൾ തനിക്കൊപ്പം ഇരുന്ന് കഴിക്കാനുള്ള ഉദ്ദേശമാണെന്ന് മനസ്സിലായ ഷിയാൻ ഇനിയും അച്ഛൻ ഈ ശീലം നിർത്താനുള്ള ഉദ്ദേശമില്ലേ, എന്തൊരു നാണക്കേടാണ് എന്ന് ചിന്തിച്ച് ആരോടും ഒന്നും പറയാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അച്ഛന് കാര്യം മനസ്സിലായെങ്കിലും സിയെ കരുതിയത് തനിക്കൊപ്പം കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവൾ പോകുന്നതെന്നാണ്. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ സിയെ കാരണമാണ് അവൾ നമുക്കൊപ്പം കഴിക്കാതിരുന്നത് എന്ന് പറഞ്ഞ് ഷിഷി അവനെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ എന്ത് ചെയ്തു എന്ന് അവൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞതല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് ഷിഷി അവനെ കളിയാക്കി പറയുന്നു. വിവാഹ നിശ്ചയമോ എന്ന് ഷാദി ചോദിച്ചപ്പോൾ ഷിഷി അവളോട് എന്തോ വലിയ കഥ പറയുന്ന രീതിയിൽ പണ്ടൊരു മഴയുള്ള രാത്രിയിൽ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയെങ്കിലും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കാൻ സിയെ പറയുന്നതിനാൽ അവൻ നടക്കുന്നു. പിന്നെ പറയാമെന്ന് ഷാദിയോട് ആംഗ്യം കാണിക്കുന്നുമുണ്ട്. അവർക്ക് കുറച്ച് മാറി എതിർവശത്തായി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന ഷിയാൻ്റെ അരികിലേക്ക് ബോസോങ് ഭക്ഷണവുമായി വന്നിരിക്കുന്നുണ്ട്. അവനെ കണ്ട് അവൾ സന്തോഷത്തോടെ വിശേഷങ്ങൾ തിരക്കിയപ്പോൾ ഇവിടെ വന്നിട്ട് ഇതുവരെയായി നീ എന്നെ തിരക്കി ക്ലാസ്സിലേക്ക് വന്നില്ലല്ലോ എന്നവൻ പരാതി പറയുന്നു. ബോസോങ് ഷിയാനേക്കാളും 2 ക്ലാസ്സിന് മുതിർന്നതായിരുന്നു. ചേട്ടന് പഠിക്കാൻ ഒരുപാടുള്ളത് കൊണ്ട് തിരക്കായിരിക്കുമെന്ന് കരുതിയാണ് ശല്യം ചെയ്യാതിരുന്നത് എന്നവൾ പറയുന്നു. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ അവിടുത്തെ സ്കൂളിനേക്കാളുമൊക്കെ നല്ലതല്ലേ, ഇവിടുത്തെ കുട്ടികളും നല്ല ഫ്രണ്ട്ലിയാണ്, കൂടുതൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ശ്രമിച്ച് സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ അവൻ അവൾക്ക് ഉപദേശം നൽകുന്നു. ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാണ് എന്ന് പറഞ്ഞ് അവൻ്റെ പാത്രത്തിൽ നിന്ന് എന്തോ ഒന്ന് അവളുടെ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുന്നുമുണ്ട്. ഷിഷി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ സിയെ തട്ടി വിളിച്ചിട്ട് കുട്ടിബോധത്തിന് അവനെ പരിചയമുണ്ടെന്നാണല്ലോ തോന്നുന്നത് എന്ന് പറയുന്നു. അതാരാണ് എന്ന് സിയെ പറഞ്ഞപ്പോൾ എനിക്കറിയാം, അത് ആർട്സ് ക്ലാസ് 3rd ഇയറിൽ പഠിക്കുന്ന ബോസോങ് ആണ്.
പഠിക്കാനൊക്കെ വളരെ മിടുക്കനാണ് എന്ന് ഷാദി പറയുന്നു. അവനെ കാണാൻ കൊള്ളാവുന്നത് കൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശിഷ്യ അവളെ കളിയാക്കിയിട്ട് അവൻ്റെ സ്വന്തം നാട് കേശൻ തന്നെയാണ്. അവർ ചിലപ്പോൾ നേരത്തെ പരിചയക്കാരായിരിക്കും. അവൻ ആൾ ഭയങ്കര മിടുക്കനാണ്, നന്നായി പഠിക്കും. കഴിഞ്ഞ 3 വർഷമായി ടോപ്പിൽ നിൽക്കുന്ന 10 കുട്ടികളിൽ അവൻ ഉറപ്പായുമുണ്ട് എന്നൊക്കെ അറിയാവുന്ന വിവരമെല്ലാം ശിശി പറയുന്നുണ്ട്. സിയ കാര്യമായി അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ വാൻ സിയയ്ക്ക് അരികിൽ വന്ന ടീച്ചേഴ്സ് ഡേക്ക് എന്ത് പ്രൈസാണ് കൊടുക്കുന്നത് എന്ന് തീരുമാനിച്ചോ എന്ന് ചോദിക്കുന്നു. ഞാൻ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ് ശിശി കൈ പൊക്കിയപ്പോൾ ഷാദി അവനെ പിടിച്ച് തിരിച്ചിട്ട് അവൾ നിന്നോടല്ലല്ലോ സംസാരിക്കുന്നത്, പിന്നെ നീ എന്താണ് മറുപടി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഷാദിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് വ്യക്തം. ആലോചിച്ചില്ല, പിന്നെ പറയാമെന്ന് സിയ അവളോട് പറഞ്ഞപ്പോൾ പിന്നെയും കുറച്ച് സമയം കൂടി അവിടെ നിൽക്കാനായി വാൻ ഷിയാൻ്റെ പുസ്തകം കയ്യിലെടുത്തിട്ട് ഇത് പുതുതായി തന്നെ ഇരിക്കുകയാണല്ലോ, നിനക്ക് വെക്കേഷനിൽ ട്യൂഷനൊന്നും ഇല്ലായിരുന്നു എന്ന് ചോദിക്കുന്നു. ഇല്ലായിരുന്നു എന്നവൾ പറഞ്ഞപ്പോൾ നീ അപ്പോൾ വെക്കേഷൻ നന്നായി ആസ്വദിച്ചു അല്ലേ? ഇവിടുത്തെ മിക്ക കുട്ടികളും വെക്കേഷൻ തന്നെ സ്പെഷ്യൽ ട്യൂഷൻ വെച്ച് ഈ ടേമിലെ പുസ്തകത്തിൻ്റെ 3/4 പങ്കും പഠിച്ചു കഴിഞ്ഞു എന്ന് വാൻ പറയുന്നു. അതിനിപ്പോൾ എന്ത് വേണം? പഠിച്ചെന്ന് പറഞ്ഞിട്ടെന്താ, ഞാനെല്ലാം മറന്നു. വെക്കേഷൻ ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല എന്ന് ഷാദി വാനെ എതിർത്തുകൊണ്ട് പറയുന്നു. വെക്കേഷൻ സമയത്ത് പുസ്തകമൊന്നും കിട്ടിയിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ പഠിച്ചു എന്ന് ഷിയാൻ സംശയത്തോടെ ചോദിച്ചപ്പോൾ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുമല്ലോ എന്ന് വാൻ പറയുന്നു. നിനക്കവിടെ സീനിയേഴ്സിനെ ആരെയും പരിചയമില്ല എന്ന കാര്യം ഞാൻ ഓർത്തില്ല, അപ്പോൾ നിനക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞവൾ പോകുന്നു. ആൻറ്റി ലീവിൻ്റെ മാത്സ് ക്ലാസ് ആയിരുന്നു അടുത്ത പീരീഡ്. എൻട്രൻസ് എക്സാമിന് ചോദിച്ച രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിട്ട് ഇത് മിക്കവാറും എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ, ഇതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്ന് ചോദിക്കുന്നു. കുട്ടികൾ ഉച്ചത്തിൽ മറുപടി പറയുന്നുണ്ട്. ഷിയാൻ്റെ ശ്രദ്ധ പക്ഷേ തൊട്ടടുത്തിരുന്ന് മാത്സ് ടെസ്റ്റ് പോലും എടുക്കാതെ റോബോട്ടുകളുടെ പടമുള്ള ഏതോ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സിയയിലാണ്. ബുക്കും തുറന്നു വെച്ചാണ് ഇരിക്കുന്നതെങ്കിലും സിയെ സാറ് ചോദിച്ചതിന് മറ്റു കുട്ടികൾക്കൊപ്പം ഉത്തരം പറയുന്നുണ്ടായിരുന്നു. നിങ്ങളിൽ കുറച്ച് പേർക്ക് ഇപ്പോഴും ഈ ഇക്വേഷൻ അറിയാത്തത് വളരെ കഷ്ടമാണല്ലോ എന്ന് പറഞ്ഞ് അശ്രദ്ധയായിരിക്കുന്ന ഷിയാനെ സാറ് പൊക്കുന്നു. എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നവൾ പറയുന്നു. സാർ ഉടനെ സിയോട് എഴുന്നേറ്റ് ആ ഉത്തരം പറയാൻ ആവശ്യപ്പെടുന്നു. പഠിപ്പിക്കുന്ന സമയത്ത് വേറെ പുസ്തകം വായിച്ചിരുന്നതല്ലേ, നീ ഇതിൻ്റെ ഉത്തരം എങ്ങനെ പറയുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് സിയെ പൊക്കിയ സന്തോഷത്തിൽ ഷിയാൻ മനസ്സിൽ വിചാരിക്കുന്നു. പക്ഷെ അവളുടെ പ്രതീക്ഷകൾ തിരിച്ചുകൊണ്ട് സിയെ ഇക്വേഷനും പ്രോബ്ലം ചെയ്യുന്ന രീതിയും എല്ലാം വള്ളിപുള്ളി തെറ്റാതെ പറയുന്നു. ഷിയാൻ അന്തം വിട്ട് അവനെ നോക്കി നിൽക്കുന്നുണ്ട്. സാർ അവനെ അഭിനന്ദിച്ചിട്ട് ഇരുന്നോളാൻ പറയുന്നു. ഷിയാനോടും ഇരുന്നോളാൻ സാറ് പറയുന്നു. അവൾ ചമ്മലോടെ ഇരിക്കുന്നുണ്ട്. ബ്രേക്ക് ടൈമിൽ സിയ പുറത്തേക്ക് പോയപ്പോൾ അവൻ്റെ മേശപ്പുറത്തിരിക്കുന്ന റോബോട്ടുകളെ കുറിച്ചുള്ള പുസ്തകം കണ്ടപ്പോൾ കൗതുകത്തോടെ അവൾ അത് തുറന്നു നോക്കുന്നുണ്ട്. മടങ്ങി വന്ന സിയ അത് കണ്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ബുക്ക് മാറ്റി വെച്ചിട്ട് ഇല്ല എന്ന് പറയുന്നു. എൻ്റെ കാര്യമല്ല, ബുക്കിൻ്റെ കാര്യമാണ് ചോദിച്ചത് എന്നവൻ പറഞ്ഞത് അവളെ ചൊടിപ്പിക്കുന്നുണ്ട്. ക്ലാസ്സിൽ പറയുന്നത് മുഴുവൻ നോട്ടാക്കി എഴുതിയെടുക്കുന്നത് അവളുടെ ശീലമാണ് എന്നവന് ഇതിനകം മനസ്സിലായിരുന്നു. അവൾ ആ നോട്ട്സ് ഇരുന്ന് വായിച്ചു നോക്കുന്നത് കണ്ട് ഇങ്ങനെ ഇത്രയധികം നോട്ട് എഴുതിയാൽ നിനക്കിതെല്ലാം കൂടി പഠിക്കാനുള്ള സമയം കിട്ടുമെന്നവൻ ചോദിക്കുന്നു. നീ ഇതിൽ ഇടപെടണ്ട എന്നവൾ പറഞ്ഞെങ്കിലും അവൻ ആ ബുക്ക് പിടിച്ചു വാങ്ങിയിട്ട് അതിലൊരു പാരഗ്രാഫ് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. ഈ ഇക്വേഷൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇങ്ങനെ നോട്ടെഴുതുന്ന ശീലം തുടർന്നാൽ അധികം വൈകാതെ നീ കീ ക്ലാസ്സിൽ നിന്ന് പുറത്താവാൻ സാധ്യതയുണ്ട് എന്നവൻ പറയുന്നു. ഷിയാൻ അവൻ പറഞ്ഞൊന്നും പോസിറ്റീവായി എടുക്കാൻ തോന്നിയില്ല. പാസ് മാർക്ക് മാത്രമുള്ള ഇവനെന്തിനാണ് എന്നെ ഉപദേശിക്കുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് നിനക്ക് 45ാം റാങ്ക് അല്ലേ, എനിക്ക് 38ഉം, എന്നെ ഉപദേശിക്കാൻ നീ ആരാണ് എന്നവൾ കുറച്ച് ഉച്ചത്തിൽ തന്നെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.